നിങ്ങൾ എത്രത്തോളം എൻ്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും. ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു. എന്നോട് കാഠിന്യം കാണിക്കുവാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. ചിലരുടെ വാക്കുകൾ അഗ്നിക്ക് തുല്യമാണ്, ചിലരുടെ വാക്കുകൾ കത്തിക്ക് സമാനമാണ്. സങ്കീർത്തനങ്ങൾ 52:2 ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു. ചിലരുടെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. ചിലരുടെ നാവ് വാള് പോലെയാണ്. സദൃശവാക്യങ്ങൾ 12:18 വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവർ ഉണ്ട്. വാളുകൊണ്ട് കുത്തും പോലെ. വാള്, കത്തി എന്നിവ ഉപയോഗിക്കും തോറും അതിൻ്റെ മൂർച്ച കുറയും. എന്നാൽ വാള് പോലുള്ള നാവ് ഉപയോഗിക്കും തോറും അതിൻ്റെ മൂർച്ച കൂടിക്കൂടി വരും. ചിലർ പറയാറില്ലേ, അവരുടെ നാവിന് എന്തൊരു മൂർച്ചയാണ്. ചിലരുടെ വായിൽ വിഷമാണ് നിറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 3-ാം 13-14 വരെ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. ചില ദുഷ്ടഭരണാധികാരികൾ, അഡോൾഫ് ഹിറ്റ്ലറിനെ പോലുള്ള ഭരണാധികാരികൾ, അവരുടെ വായിൽ നിന്ന് വന്ന ആ ക്രൂരമായ കൽപ്പനകൾ നിമിത്തം ലക്ഷക്കണക്കിന് പേർ, 10,000-കണക്കിന് പേർ പീഡനത്തിന് വിധേയരായി മരിച്ചു പോയിട്ടുണ്ട്. ഒരു ദുഷ്ടനായ ഭരണാധികാരിയുടെ നാവിൽ നിന്ന് വരുന്ന കൽപ്പനകൾ എത്രയോ മനുഷ്യരുടെ ജീവനെ അപഹരിച്ചിട്ടുണ്ട്. പലതരം നാവുകളെക്കുറിച്ച് ബൈബിൾ പറയുന്നു. ചില നാവുകളെക്കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇനി ബോഷ്ക്ക് പറയുന്ന നാവ്. സങ്കീർത്തനങ്ങൾ 150:2 ദുഷ്ടൻ്റെ വായും വഞ്ചകൻ്റെ വായും എൻ്റെ നേരെ തുറന്നിരിക്കുന്നു. ബോഷ്കുള്ള നാവ് കൊണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു. ബോഷ്കുള്ള നാവ്. അടുത്തതായി വഞ്ചനയുള്ള നാവ്. സങ്കീർത്തനങ്ങൾ 120:3 വഞ്ചനയുള്ള നാവേ, നിനക്ക് എന്ത് വരും, നിനക്ക് എന്ത് കിട്ടും? എന്താ കിട്ടാൻ പോകുന്നത്? വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ കനലും തന്നെ. മറ്റൊരു നാവാണ് വക്രതയുള്ള നാവ്. സദൃശ്യം 10:31 വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും. ഇനി വാള് പോലുള്ള നാവുണ്ട്. സങ്കീർത്തനങ്ങൾ 64:3 അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. ഇനി വമ്പ് പറയുന്ന നാവ് യാക്കോബ് മാത്രമല്ല പറയുന്നത്, സങ്കീർത്തനക്കാരനും വമ്പ് പറയുന്ന നാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 12:3 കപടമുള്ള അധരങ്ങളെയൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ച് കളയും. കപടമുള്ള അധരങ്ങളെയൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ച് കളയും. ഒരു നാവിനെ കൂടി ചിന്തിക്കാം, ഏഷണി നാവ്. സങ്കീർത്തനങ്ങൾ 25:23 വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു. ഏഷണി വാക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള നാവുകൾ സ്വന്തമാക്കിയ വ്യക്തികൾ നിമിത്തം എത്രയോ കുടുംബങ്ങൾ, വ്യക്തികൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ധാരാളം ആളുകൾ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട്. എന്നാൽ വാളുകൊണ്ട് ആളുകൾ വീണതിനേക്കാളും കൂടുതൽ ആളുകൾ മരിച്ചുപോയത് നേരത്തെ പറഞ്ഞ നാവുകൾ ആർക്കുണ്ടോ അവരുടെ വാക്കുകൾ നിമിത്തമാണ്. ഒത്തിരി പേർ ആത്മഹത്യ ചെയ്തു. അവരെ ആകെ ക്ഷീണിപ്പിക്കുന്ന വാക്കുകൾ മറ്റുള്ളവർ പറഞ്ഞു. ജീവിതം തന്നെ വേണ്ട എന്ന് തോന്നി. 6 അടി നീളമുള്ള മനുഷ്യനെ നശിപ്പിക്കുവാൻ 3 ഇഞ്ചോളം നീളമുള്ള നാവിന് കഴിയും. നാവൊരു തീയാണ്. കുറഞ്ഞ തീ എത്ര വലിയ കാടിനെയാണ് കത്തിക്കുന്നത്. ചില കുടുംബങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വഴക്കാണ്. കുറഞ്ഞ തീ എത്ര വലിയ കാടിനെയാണ് നശിപ്പിക്കുന്നത്. സമാധാനമില്ല, സന്തോഷമില്ല, ശകാരം തന്നെ ശകാരം. ഇനി വശീകരിക്കുന്ന നാവുണ്ട്. മനുഷ്യനെ പാപത്തിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, സ്വർഗഭോഗത്തിലേക്ക് നയിക്കുന്ന, പാപത്തിലേക്ക് നയിക്കുന്ന നാവ്. സദൃശവാക്യങ്ങൾ 7-ാം അധ്യായം 10 തൊട്ട് 23 വരെയുള്ള ഭാഗങ്ങളിൽ ചില വാക്യങ്ങൾ മാത്രം വായിക്കുന്നു.
പെട്ടെന്ന് ഇതാ വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടുമുള്ളൊരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു. പുരുഷൻ വീട്ടിലില്ല, ദൂരയാത്ര പോയിരിക്കുന്നു, പൗർണമാസിക്ക് വീട്ടിൽ വന്നെത്തുകയുള്ളൂ. ഇങ്ങനെ ഏറിയൊരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ച് അധരമാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. അറുക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് ഭോഷനും പോകുന്നത് പോലെയും പക്ഷി ജീവഹാനിക്കുള്ളത് എന്നറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെടുന്നത് പോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. ഇത്തരത്തിലുള്ള വാക്കുകൾ നിമിത്തം പല കുടുംബനാഥന്മാർ വ്യഭിചാരികളായി, പല പാപങ്ങളിൽ വീണു, കുടുംബജീവിതം തകർന്നു, പലരും മാരകമായ രോഗത്തിന് അടിമകളായി, വശീകരണ വാക്കുകളിൽ കുടുങ്ങി പെട്ടുപോയി. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് യാക്കോബ് നാവിനെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ ശക്തമായി നമ്മോട് പറയുന്നത്. യാക്കോബ് 3:6 നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മറ്റൊരു തർജ്ജമയിൽ നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു. ഇംഗ്ലീഷിൽ ദ ടങ് ഓൾസോ ഈസ് എ ഫയർ, എ വേൾഡ് ഓഫ് ഈവിൾ എമംഗ് ദ പാർട്സ് ഓഫ് ദ ബോഡി. ഇറ്റ് കറപ്റ്റ്സ് ദ ഹോൾ പേഴ്സൺ, സെറ്റ്സ് ദ ഹോൾ കോഴ്സ് ഓഫ് ഹിസ് ലൈഫ് ഓൺ ഫയർ ആൻഡ് ഈസ് ഇറ്റ് സെൽഫ് സെറ്റ് ഓൺ ഫയർ ബൈ ഹെൽ. വിശുദ്ധ ബൈബിളിൽ അർത്ഥം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് വാക്യങ്ങളുണ്ട്. അത്തരം വാക്യങ്ങളിൽപ്പെട്ട ഒന്നാണ് യാക്കോബ് 3:6. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു. അർത്ഥം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളതാണ് എങ്കിലും ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. നാവിൻ്റെ നശീകരണ ശക്തിയെ സൂചിപ്പിക്കാനാണ് നാവിനെ തീയെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് തീയെന്ന് പറയുന്നത്? നാവിൻ്റെ നശീകരണ ശക്തിയെ. ജീവചക്രം അഥവാ കോഴ്സ് ഓഫ് ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊത്തം ജീവിതമാണ്. നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും അത് നമ്മുടെ മൊത്തം ശരീരത്തെ മലിനമാക്കുകയാണ്. നാവ് നമ്മിലൊരു അനീതിയുടെ ലോകത്തെ സൃഷ്ടിക്കുകയാണ്. നിയന്ത്രണമില്ലാതെ സംസാരിക്കുന്ന ഒരുവൻ്റെ വായ തുറന്നാൽ കാണാൻ കഴിയുന്നത് അനീതി നിറഞ്ഞ ഒരു ലോകത്തെയാണ്. നരകാഗ്നിയാൽ ജീവചക്രത്തിന് തീ കൊളുത്തുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന നാവ്, സെറ്റ് ഓൺ ഫയർ ബൈ ഹെൽ. നാവിന് കിട്ടുന്ന ഈ അഗ്നി എവിടെ നിന്ന് വരുന്നതാണ്? നരകത്തിലെ തീയാണ്. അത് മാരകമാണ്. നിയന്ത്രണമില്ലാത്ത ഈ നാവിനെ മാരകമായ ദോഷം ചെയ്യാൻ വേണ്ട ശക്തി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നരകത്തിൽ നിന്നാണ്. സാധാരണ അടുപ്പിലെ തീയല്ല, പിന്നെയോ നരകാഗ്നി. നരകത്തിലെ തീയിൽ നിന്ന്, അതായത് സാത്താനിൽ നിന്ന് തന്നെയാണ് നാവിന് ഈ നശിപ്പിക്കുന്ന ശക്തി ലഭിക്കുന്നത്. രണ്ടുപേർ കോപത്തോടെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുക രണ്ടുപേരും ചൂടായി നിൽക്കുകയാണ്. ആ സമയത്ത് അവർക്കുണ്ടാകുന്ന ചൂടിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്? നരകത്തിൽ നിന്നാണ്. രണ്ടുപേരും ഭയങ്കര ചൂടാണ്. നരകത്തിലെ തീയാണ് അവരെ ചൂട് പിടിപ്പിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ചൂടായി സംസാരിക്കുമ്പോൾ, വിശ്വാസിയും തമ്മിൽ ചൂടായി സംസാരിക്കുമ്പോൾ, മാതാപിതാക്കളും മക്കളും ചൂടായി സംസാരിക്കുമ്പോൾ, ദേവദാസനും വിശ്വാസികളും ചൂടായി സംസാരിക്കുമ്പോൾ അവിടെ വ്യാപരിക്കുന്ന ചൂട് എവിടെ നിന്ന് വരുന്നതാണ്? നരകത്തിൽ നിന്ന് വരുന്ന ചൂടാണ്. ചിലർ കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷേ കുടുംബത്തിൽ സമാധാനമില്ല. ഭാര്യയുടെ നാവ് നിയന്ത്രിക്കുന്നില്ല, ഭർത്താവിൻ്റെ നാവ് നിയന്ത്രിക്കുന്നില്ല. എന്നിട്ട് ഇവർ പ്രാർത്ഥിക്കുകയാണ്, കുടുംബ സമാധാനം തരണമേ. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നാവ് നരകത്തിലെ അഗ്നി കൊണ്ടാണ് ചൂട് പിടിക്കുന്നതെങ്കിൽ ആ കുടുംബം മൊത്തം ദഹിക്കും. നാവ് തീയാണ്, ദുഷ്ടതയുടെ ഒരു ലോകം തന്നെ. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന നാവ് ജീവിതചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു.
വലിയ കോപത്തോടെ സംസാരിക്കുന്ന മനുഷ്യൻ, ദൂഷണം പറയുന്നൊരു നാവിൻ്റെ ഉടമ, അയാൾ എപ്പോഴും ഒരു ടെൻഷനിലായിരിക്കും. ചൂട് പിടിച്ചിട്ടാണ് എപ്പോഴും നിൽക്കുന്നത്, ഒരു ശാന്തതയില്ല. ചിലർ പറയും അയാൾ എപ്പോഴും ചൂട് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്, ഭയങ്കര ചൂടാണ്. ഈ ചൂട് എവിടെ നിന്നാണ് വരുന്നത്? നരകത്തിലെ തീയിൽ നിന്നാണ്. ഇനി ഇപ്പോൾ ഒരു വിശ്വാസിയുടെ നാവിനെ നരകത്തിലെ തീയാണ് ചൂട് പിടിപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ സ്വർഗത്തിൽ പോകാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ നാവ് ചൂട് പിടിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാലാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ചൂട് പിടിച്ച നാവ് താഴ്മയുടെ, വിനയത്തിൻ്റെ, എളിമയുടെ, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ വാക്കുകളാണ് സംസാരിക്കുക. വിട്ടുകൊടുക്കുന്നതിൻ്റെ വാക്കുകൾ, ക്ഷമയുടെ വാക്കുകൾ. നരകത്തിലെ തീ കൊണ്ടാണ് ഒരു വിശ്വാസിയുടെ നാവ് ചൂട് പിടിച്ച് നിൽക്കുന്നതെങ്കിൽ പക, വൈരാഗ്യം, വിദ്വേഷം, പരദൂഷണം. നമ്മുടെ നാവ് എപ്പോഴെങ്കിലും നരകത്തിലെ തീയിനാൽ ചൂട് പിടിക്കപ്പെട്ട് അനിയന്ത്രിതമായി സംസാരിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഇടയ്ക്കൊക്കെ നരകത്തിലെ തീയാണോ നമ്മുടെ നാവിനെ ചൂട് പിടിപ്പിക്കുന്നത്? അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യനായ പത്രോസിൻ്റെ നാവിനെ നരകത്തിൻ്റെ തീ അഭിഷേകം ചെയ്തു. കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ക്രൂശിൽ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ ശിഷ്യൻ എന്താണ് പറയുന്നത്? കർത്താവേ, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് തടസ്സം പറഞ്ഞു. ആ സമയത്ത് പത്രോസിൻ്റെ നാവിനെ നിയന്ത്രിച്ചത് പരിശുദ്ധാത്മാവല്ല, നരകാഗ്നിയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, പോ പിശാചേ, നീ എനിക്ക് ഇടർച്ചയാണ്. 2 തവണ പത്രോസിൻ്റെ നാവിനെ നരകാഗ്നി അഭിഷേകം ചെയ്തിട്ടുണ്ട്. മറ്റൊരു സന്ദർഭം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ ശത്രുക്കൾ പിടിച്ച ആ സന്ദർഭം. അപ്പോൾ പത്രോസ് പറയുകയാണ്, ഞാൻ അവനെ അറിയുകയില്ല. മുക്കുവനെ ക്രിസ്തു ശിഷ്യരിൽ പ്രമുഖനാക്കി കർത്താവിൻ്റെ കൂടെ നടന്ന് അത്ഭുതകരമായ ശുശ്രൂഷകൾക്ക് സാക്ഷ്യം വഹിച്ചു, ഏറ്റവും നല്ല പ്രബോധനങ്ങൾ കേട്ടു. ഇത്രയും സ്നേഹിക്കുന്ന ഗുരുവിനെ ഞാൻ അറിയുകയില്ല എന്ന് പറയുകയാണ്. 2 തവണ നരകത്തിലെ അഗ്നി പത്രോസിൻ്റെ നാവിന് അഭിഷേകം ചെയ്തു. പക്ഷേ പത്രോസിനെ ദൈവം കൈവിട്ടില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കുവിൻ പരിശുദ്ധാത്മശക്തിക്ക് വേണ്ടി. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പത്രോസും കാത്തിരുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. നമുക്കറിയാം, ഇപ്പോൾ അന്യഭാഷകളിൽ അവൻ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് നാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അവൻ പ്രസംഗിച്ചപ്പോൾ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ 3000-ഓളം പേർ മാനസാന്തരപ്പെട്ടു. ഒരിക്കൽ പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ട നാവ് ഇപ്പോഴിതാ ദൈവത്തിൻ്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ടപ്പോൾ അനേകർക്ക് നന്മ വരുത്തുവാൻ ആ നാവ് കാരണമായി. അതുകൊണ്ട് ഈ തിരുവചനം കേൾക്കുന്ന പലരും സൂക്ഷ്മതയില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയല്ല, മറിച്ച് നരകത്തിൻ്റെ അഗ്നിയാൽ അഭിഷേകം ചെയ്യപ്പെട്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. നിരാശപ്പെടരുത്. പത്രോസിനോട് കരുണ കാണിച്ച കർത്താവ് അനുദപിക്കുന്നുവെങ്കിൽ നമ്മോടും കരുണ കാണിക്കും. നമ്മുടെ നാവിനെ നരകത്തീനാൽ നമ്മൾ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ഏറ്റുപറയണം. ഞാൻ പലതവണ നിയന്ത്രണം വിട്ട് സംസാരിച്ചിട്ടുണ്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. അപ്പോൾ കർത്താവ് ക്ഷമിക്കും. മാത്രമല്ല, അതേ നാവിനെ തന്നെ പരിശുദ്ധാത്മ ശക്തിയാൽ കത്തിജ്വലിപ്പിച്ച് രക്ഷയുടെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് ഉപയോഗിക്കും, പത്രോസിനോട് കരുണ കാണിച്ചതുപോലെ. എന്നാൽ അതേ സമയം തന്നെ ഏത് അഗ്നിയാണ് നമ്മുടെ നാവിൽ വരേണ്ടത് നമ്മളാണ് നിശ്ചയിക്കേണ്ടത്. നരകത്തിൻ്റെ അഗ്നിയാണോ എൻ്റെ നാവിൽ വന്ന് അപ്രകാരം ഒരു അഭിഷേകം എനിക്ക് കിട്ടേണ്ടത്? അതോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണോ ഞാൻ അഭിഷേകം ചെയ്യപ്പെടേണ്ടത്? എൻ്റെ നാവിനെ എനിക്ക് 2 രീതിയിൽ അഭിഷേകത്തിന് വിധേയമാക്കാം. ഒന്നുകിൽ നരകത്തിയാൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ. ഏതാ വേണ്ടത്? നമ്മളാ തിരഞ്ഞെടുക്കേണ്ടത്. ചില വ്യക്തികൾ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ചിലർ പിറുപിറുത്തുകൊണ്ടിരിക്കും, മടുപ്പ് തോന്നുന്നില്ല. ചിലർ കലഹിച്ചുകൊണ്ടേയിരിക്കും, മടുപ്പ് തോന്നുന്നില്ല. ഇങ്ങനെ മടുപ്പ് തോന്നാതെ കലഹിക്കാനും പരദൂഷണം പറയാനും സഹോദരന്മാരെ വിമർശിക്കുവാനും ആ നാവിന് എവിടെ നിന്നാണ് ശക്തി കിട്ടുന്നത്?
എത്ര കുറ്റം പറഞ്ഞിട്ടും തൃപ്തി വരുന്നില്ല. നിർത്താതെ ഈ പരദൂഷണത്തിൽ ഏർപ്പെടുവാൻ ആ നാവിന് എവിടുന്നാണ് പവർ ലഭിക്കുന്നത്? നരകത്തിലെ തീയിൽ നിന്നാണ്. 5 പേരുള്ളൊരു കുടുംബം, ഒരാളുടെ നാവ് നരകത്തീയിനാലാണ് അഭിഷേകം ചെയ്യപ്പെട്ടത് എങ്കിൽ ആ കുടുംബത്തിൽ 4 പേരുടെയും സ്വസ്ഥത പോകും. വളരെ സൂക്ഷിക്കണം. ഇനി യാക്കോബ് എഴുതിയ ലേഖനത്തിലെ അടുത്ത 2 വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. യാക്കോബ് 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ. മൃഗം, പക്ഷി, ഇടജാതി, ജലജന്തു ഈ വക എല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല, അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. ഒന്നുകൂടി വായിക്കുന്നു. മൃഗം, പക്ഷി, ഇടജാതി, ജലജന്തു ഈ വക എല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. മനുഷ്യനേക്കാൾ വളരെ വലിപ്പമുള്ളതാണ് ആന. മനുഷ്യൻ നിയന്ത്രിക്കുന്നുണ്ട്. മനുഷ്യനേക്കാൾ വളരെ വലിപ്പമുള്ള ഡോൾഫിനെ മനുഷ്യൻ നിയന്ത്രിക്കുന്നുണ്ട്. കുതിരയെ നിയന്ത്രിക്കുന്നുണ്ട്. സർക്കസ് കൂടാരത്തിൽ പോയാൽ കാണാം, കരടിയെ നിയന്ത്രിക്കുന്നു, സിംഹത്തെ നിയന്ത്രിക്കുന്നു, ചിലയിനം പക്ഷികളെ നിയന്ത്രിക്കുന്നു, ആടിനെ നിയന്ത്രിക്കുന്നു. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ നിയന്ത്രിക്കാം, പൂച്ചയെ നിയന്ത്രിക്കാം, കിളികളെ നിയന്ത്രിക്കാം. ഒക്കെ മനുഷ്യന് മെരുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മൃഗങ്ങളെ, പക്ഷികളെ, മത്സ്യങ്ങളെ മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റുന്നത്? കാരണം ദൈവം ഇവയുടെ മേൽ വാഴുവാൻ മനുഷ്യന് അധികാരം കൊടുത്തിട്ടുണ്ട്. അല്ല എങ്കിൽ ആനയെ ഒന്നും മനുഷ്യന് മെരുക്കാൻ പറ്റില്ല. ഇത്രയും ടൺ കണക്കിന് ഭാരമുള്ള ഒരാനയെ 60-70 കിലോ തൂക്കമുള്ളൊരു മനുഷ്യനാണ് നിയന്ത്രിക്കുന്നത്. ഉൽപ്പത്തി 1:28 ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഈ അധികാരം ദൈവം മനുഷ്യന് കൊടുത്തതുകൊണ്ടാണ് സകല ഭൂചര ജന്തുക്കളെയും മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. ഉൽപ്പത്തി 9:2 നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എത്രയോ വലിയ തിമംഗലത്തെ വളരെ നിസ്സാരമായാണ് മനുഷ്യൻ പിടിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 8:6-8 വരെ നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവൻ്റെ കാൽ കീഴേ ആക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം, കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും, ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുകയാണ്. മനുഷ്യന് പല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടുണ്ട്. അമേരിക്കയിലുള്ള ഒരാളുമായി സംസാരിക്കുവാൻ 1 സെക്കൻഡ് മതി. ഇൻ്റർനെറ്റ് സംവിധാനം. മനുഷ്യൻ വളരെ സങ്കീർണമായ കമ്പ്യൂട്ടറുകൾ കണ്ടുപിടിക്കുന്നു, മൊബൈൽ ഫോൺ ഒക്കെ മനുഷ്യൻ കണ്ടുപിടിക്കുന്നു, നിയന്ത്രിക്കുന്നു, ഉപയോഗിക്കുന്നു. പക്ഷേ മനുഷ്യന് ബുദ്ധിമുട്ടുള്ള കാര്യം ഏതാണ്? കേവലം 3 ഇഞ്ച് നീളമുള്ള നാവിനെ നിയന്ത്രിക്കാനാണ് ബുദ്ധിമുട്ട്. അമേരിക്കയിലേക്കോ ലോകത്തിലേത് സ്ഥലങ്ങളിലേക്കും ചില മണിക്കൂറുകൾക്കുള്ളിൽ പറന്നു ചെല്ലുവാൻ മനുഷ്യന് ഇന്ന് കഴിയും. ലോകത്തിലേത് മൂലയിലിരിക്കുന്ന ആളിനോടും സംസാരിക്കുവാൻ സ്കൈപ്പ് വഴിയോ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴി സാധിക്കും. പക്ഷെ നാവിനെ മെരുക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടാണ്. ഒരു കുഞ്ഞ് സംസാരം പഠിക്കുവാൻ 2-3 വർഷം എടുക്കുന്നുണ്ട്. ജനിച്ച ഉടനെ കുഞ്ഞ് വേണ്ട പോലെ സംസാരിക്കുന്നില്ല. 2-3 വർഷം കൊണ്ടാണ് ശരിയായ രീതിയിൽ സംസാരിക്കുന്നത്. പക്ഷേ 70 വർഷം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും സംസാരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത മുതിർന്ന വ്യക്തികളുണ്ട്. സംസാരിക്കാൻ പഠിക്കാൻ 3 വർഷം മതി. പക്ഷേ 70 വർഷം 80 വർഷം ജീവിച്ചിട്ടും സംസാരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആ മേഖലയിൽ പരാജയപ്പെട്ടവർ ധാരാളമാണ്. ടർക്കിയിലെ തൗറസ് പർവ്വത നിരയിൽ ഒരു പ്രത്യേക തരം കൊറ്റിപ്പക്ഷികളുണ്ട്. ഇവ പറന്നു പോകുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കും. കലബല കൂട്ടിയാണ് പറക്കുക. അപ്പോൾ പെട്ടെന്ന് ശത്രുക്കൾക്ക് ഇവയുടെ സാന്നിധ്യം മനസ്സിലാക്കുവാനും ആ കൊറ്റികളെ
പിടിക്കാനും പറ്റും. കാരണം ശബ്ദം ഉണ്ടാക്കിയാണ് പറന്നു പോകുന്നത്. അപ്പോൾ ഈ കൊറ്റികൾ ഒരു കാര്യം കണ്ടുപിടിച്ചു. ഞങ്ങളിങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് കൊണ്ടാണ് ശത്രു ഞങ്ങളുടെ സാന്നിധ്യം മണത്തറിയുന്നത്, തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ആ പക്ഷികൾ പറന്നു പോകുമ്പോൾ ഒരു കല്ല് കൊക്കിൽ പിടിച്ചാണ് പറന്നു പോകുന്നത്. കാരണം കല്ല് കൊത്തിപ്പിടിച്ചാൽ പിന്നെ ശബ്ദം ഉണ്ടാകില്ല. ഒരു പക്ഷിക്ക് പോലും തൻ്റെ ജീവനെ സംരക്ഷിക്കുവാൻ അത്രയും വിവേകമുണ്ടെങ്കിൽ മനുഷ്യന് എത്രമാത്രം തൻ്റെ നാവിനെ നിയന്ത്രിക്കുവാൻ വിവേകമുള്ളവനായിരിക്കണം. പക്ഷേ ഈ മേഖലയിൽ ആ പക്ഷിയുടെ വിവേകം പോലും ഇന്ന് പല മനുഷ്യർക്കുമില്ല. അവരുടെ മൊത്തം ജീവിതം നിയന്ത്രണത്തിന് വിധേയമാകാത്ത നാവ് മൂലം തകർന്നുകൊണ്ടിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല, അത് അടങ്ങാത്ത ദോഷം. നാവിനെ ഒരു ശക്തിക്കും മെരുക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. മനുഷ്യർക്ക് നാവിനെ നിയന്ത്രിക്കാൻ പറ്റില്ല, പക്ഷേ പരിശുദ്ധാത്മാവിന് നാവിനെ നിയന്ത്രിക്കാൻ പറ്റും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ആർക്കെങ്കിലും മെരുക്കാൻ പറ്റാത്തൊരു നാവാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് സാധ്യമല്ല. കർത്താവിനോട് യാചിക്കുകയും പരിശുദ്ധാത്മാവിന് ശക്തിക്ക് നിങ്ങളുടെ നാവിനെ നിങ്ങൾ സമർപ്പിക്കുകയും ചെയ്താൽ നാവിനെ മെരുക്കാൻ കഴിയും. നിങ്ങളുടെ ശക്തി കൊണ്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട്. ഫിലിപ്പിയ ലേഖനം 4:13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനാകുന്നു. നാവിനെ കൺട്രോൾ ചെയ്യാൻ പൗലോസിന് പറ്റി. കാരണം പൗലോസിനെ ശക്തനാക്കിയത് കർത്താവാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 4:6 സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ. പരിശുദ്ധാത്മശക്തി പൗലോസിൻ്റെ മേൽ വന്നപ്പോൾ തൻ്റെ സകല അവയവങ്ങളെയും നാവിനെ അടക്കം നിയന്ത്രിക്കുവാൻ കഴിഞ്ഞു. അതേ പരിശുദ്ധാത്മശക്തി ഇന്ന് ലഭ്യമാണ്. നാവിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയും. ഇത് 1-ാം നൂറ്റാണ്ടിലെ റോമാസഭയിലെ വിശ്വാസികൾക്ക് മാത്രം ബാധകമല്ല. എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ മനോഭാവം ഞാൻ സിംഹമാണ്, കടിച്ചു ചെയ്യുന്നത് ചെന്നായാണ്. അതല്ല, പിന്നെയോ മറ്റുള്ളവർക്ക് എന്തും ചെയ്യാവുന്ന സൗമ്യനായ ഒരാട്ടിൻകുട്ടി. കർത്താവ് യേശുക്രിസ്തു അതായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കൈകൾ തുളയ്ക്കുന്നു, കാലുകൾ തുളയ്ക്കുന്നു, തലയിൽ മുൾമുടി. രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ യേശുക്രിസ്തു അത് സഹിച്ചുവെങ്കിൽ ഈ കുഞ്ഞാടായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നമുക്ക് ആ കുഞ്ഞാടിൻ്റെ, ക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ ദിവ്യ സ്വഭാവമല്ലാതെ കാട്ടുപോത്തിൻ്റെ സ്വഭാവമാണോ വേണ്ടത്? യേശുവിൻ്റെ സ്വഭാവം തന്നെയാണ് യേശുവിൽ വിശ്വസിക്കുന്നവരിലും വെളിപ്പെട്ട് വരേണ്ടത്. അത് നമ്മിൽ എത്രത്തോളം വെളിപ്പെടുന്നുണ്ട് എന്ന് ചിന്തിക്കണം. ക്രിസ്തുമാർഗം ഈ ഭൂമിയിൽ വന്നിട്ട് ഏകദേശം 21 നൂറ്റാണ്ടുകളായി. ധാരാളം രക്തസാക്ഷികൾ, കോടിക്കണക്കിന് ക്രിസ്തു ഭക്തർ രക്തസാക്ഷികളായി. വിശ്വാസം ത്യജിച്ചില്ല. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവരെ വേർപിരിക്കുവാൻ കഷ്ടതയ്ക്കോ ആപത്തിനോ നഗ്നതയ്ക്കോ വാളിനോ പട്ടിണിക്കോ ഒന്നിനും സാധിച്ചില്ല. അവർ ക്രിസ്തുവിന് വേണ്ടി ബലിയാടായി മാറി. എന്തുകൊണ്ടാണ് ഇത്രയും രക്തസാക്ഷികൾ, കോടിക്കണക്കിന് രക്തസാക്ഷികൾ ക്രിസ്തു മാർഗത്തിനുണ്ടായത്? കാരണം അവരെല്ലാവരും ഈ ഭൂമിയിൽ തങ്ങളെ തന്നെ അറുക്കപ്പെടുവാനുള്ള ആടുകളെപ്പോലെ എണ്ണിയവരാണ്, പരിഗണിച്ചവരാണ്. അവർ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയില്ല. അവർ വസ്തു സമ്പാദനത്തിന് വേണ്ടി ജീവിച്ചില്ല. സമൂഹത്തിൽ ഉന്നതന്മാരാകാൻ അവർ പരിശ്രമിച്ചില്ല. മറിച്ച് ക്രിസ്തുവിന് വേണ്ടി അവർ ഇല്ലാതായി. അവരുടെ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? ഇതാണ് യഥാർത്ഥ ക്രിസ്തീയത. പ്രോസ്പെരിറ്റി അല്ല യഥാർത്ഥ ക്രിസ്തീയത. ആടിനെ പോലെ ജീവിക്കുന്നതാണ്. അറുക്കപ്പെടാനുള്ള ആടാണ് ഞാൻ എന്നുള്ള മനോഭാവത്തിൽ ജീവിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയത. നമുക്ക് ഈ ബോധ്യം ഉണ്ടാകണം. ഞാൻ ഈ ഭൂമിയിൽ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുകയില്ല. എനിക്ക് ന്യായമായി ലഭിക്കേണ്ടത് മറ്റുള്ളവർ എടുത്തുകൊണ്ടുപോകുമ്പോൾ അത് തിരികെ പ്രാപിക്കുവാൻ പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിക്കുകയില്ല. എൻ്റെ ഒരു കരണത്തടിച്ചാൽ ഞാൻ മറ്റേ കരണം കാണിച്ചു കൊടുക്കും. ആദിമ ക്രിസ്ത്യാനികളെ മറ്റുള്ളവർ നോക്കിയപ്പോൾ ഒരു കാര്യം ബോധ്യമായി. ഇവർ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാണ്. ഇവർ ക്ഷമിക്കുന്നവരും പൊറുക്കുന്നവരും, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരും, ശത്രുക്കളെ സ്നേഹിക്കുന്നവരും,
വഴക്കിടാത്തവരും കലഹിക്കാത്തവരും സൗമ്യന്മാരും ശാന്തന്മാരുമാണ്. ശരിക്കും ഇവർ കുഞ്ഞാടുകൾ തന്നെയാണ്. നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് നാം കുഞ്ഞാടാണ് എന്ന് പറയാൻ സാധിക്കുമോ? നമ്മുടെ സമീപത്ത് താമസിക്കുന്നവർക്ക് നാം കുഞ്ഞാടിനെ പോലെയുള്ളവരാണ് എന്ന് പറയുവാൻ സാധിക്കുമോ? സാധിക്കണമെങ്കിൽ കുഞ്ഞാടിനെ പോലുള്ളൊരു ജീവിതം നമുക്കുണ്ടായിരിക്കണം, അല്ലാതെ സാധിക്കുകയില്ല. അനേകരും അധികാര കസേരകൾക്ക് വേണ്ടി പലതിനും പോരാട്ടം നടത്തുന്നു. പലരും ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് തന്നെ യഥാർത്ഥ സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് ഇവിടെ കസേരകൾക്ക് വേണ്ടി പോരാട്ടം, അധികാരം സ്വന്തമാക്കാൻ വേണ്ടി മത്സരം, ഇലക്ഷനിൽ പങ്കെടുത്തിട്ടായാൽ പോലും ഒരു പദവിയിലെത്തണം, അതിനു വേണ്ടിയുള്ള മത്സരം. എന്താണ് കാരണം? അവരൊന്നും തങ്ങളെ തന്നെ അറുക്കപ്പെടുവാനുള്ള ആടുകളായി പരിഗണിച്ചിട്ടില്ല. ക്രിസ്തുവിൽ വിശ്വസിച്ചു, ഞങ്ങൾ പുലിക്കുട്ടികളാണ്, ഞങ്ങൾ ജയിക്കും, മത്സരിച്ച് ഞങ്ങൾ പലതും പിടിച്ചെടുക്കും, ഞങ്ങൾ സിംഹങ്ങളാണ്, ഇവിടെ പലതും സാമ്രാജ്യങ്ങൾ ഞങ്ങൾ സ്ഥാപിക്കും. യഥാർത്ഥ ക്രിസ്തീയത അറിയുകയില്ല. ഞാൻ അറുക്കപ്പെടാനുള്ളൊരാടാണ് എന്നുള്ളൊരു ചിന്ത നമ്മെ ഭരിച്ചാൽ നമ്മൾ ആരോടെങ്കിലും കോപിക്കുമോ? നമ്മൾ ആരോടെങ്കിലും വഴക്കിന് പോകുമോ? നമ്മൾ ആരോടെങ്കിലും കയർക്കുമോ? കയർക്കുകയും കോപിക്കുകയും വസ്തുക്കൾക്ക് വേണ്ടി കടിപിടി കൂടുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളെ കണ്ടാൽ ഓർത്തുകൊള്ളൂ, അവർ കുഞ്ഞാടൊന്നുമല്ല, മറിച്ച് ആരാണ്? ഈറ്റപ്പുലികളാണ്. കാരണം അവരുടെ സ്വഭാവമാണ് അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പാസ്റ്ററായാലും ശരി ഈറ്റപ്പുലിയാകാം, വിശ്വാസിയായാലും ശരി കൊടിയ ചെന്നായാകുവാൻ, കടിച്ചു കീറുന്ന സ്വഭാവമുള്ളവരാകുവാൻ കഴിയും. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനി ആരാണ്? നിന്നെ പ്രതി ഇടപെടാതെ ഞങ്ങൾ കൊല്ലപ്പെടുന്നു, അറുക്കുവാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെ എഴുതിയിരിക്കുന്നത്? 44-ാം സങ്കീർത്തനത്തിൽ. പല വിശ്വാസികളും ഓടി നടക്കുന്നത് എങ്ങനെ മക്കൾക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ, ബെസ്റ്റ് ജോലി, ഏറ്റവും നല്ല വീട്, വാഹനങ്ങൾ, ഇതൊക്കെ സ്വന്തമാക്കണമെന്നുള്ള നെട്ടോട്ടമാണ്. അതിന് യോജിച്ച പ്രസംഗങ്ങൾ, യോജിച്ച ഉപവാസങ്ങൾ അവരിഷ്ടപ്പെടുന്നു. ഭൗതിക സമൃദ്ധിയാണ് മുഖ്യ ലക്ഷ്യം. ക്രിസ്തുവിനെ ഉപയോഗിച്ച് കാര്യം നേടാം. എന്നാൽ ഇതാ മറുഭാഗത്ത് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ ലോകത്തിൽ നിന്ന് എന്തെങ്കിലും നേട്ടം കിട്ടണം, ആഡംബര ജീവിതം നയിക്കണം, അതല്ല ലക്ഷ്യം. കർത്താവേ, ഞങ്ങൾ നിന്നെ പ്രതി ഇടപെടാതെ വധിക്കപ്പെടുന്നവരാണല്ലോ, ഞങ്ങൾ അറുക്കപ്പെടുവാനുള്ള ആടുകളാണ്, ഈ ലോകത്തിൻ്റെ പ്രൗഢിയും മോടിയും ഒന്നും ഞങ്ങൾക്ക് വേണ്ട, നിന്നെ പ്രതിയാണ്. അത് പ്രത്യേകം ഓർക്കുക, ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല, നിന്നെ പ്രതിയാണ് ഞങ്ങൾ അറുക്കപ്പെടാനുള്ള ആടുകളായിരിക്കുന്നത്. ഏറ്റവും വലിയ ഭാഗ്യപദവി ഏതാണ് എന്നറിയുമോ? ഈ ലോകത്തിൽ ക്രിസ്തുവിനെ പ്രതി അറുക്കപ്പെടാനുള്ള ഒരാട് എന്ന നിലയിൽ നാം ജീവിക്കുക. ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതെങ്ങനെയാണ് ഭാഗ്യമാകുന്നത്? നാം നമ്മെ തന്നെ വെറുതെ അങ്ങ് അറുക്കപ്പെടുവാനുള്ള ആടുകളായി എണ്ണാനല്ല പറയുന്നത്. ആരെ പ്രതിയാണ്? നിന്നെ പ്രതിയാണ് ഞങ്ങൾ അറുക്കപ്പെടുവാനുള്ള ആടുകളെ പോലെ ആയിത്തീർന്നിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ നേരത്തെ പറഞ്ഞു, അറുക്കപ്പെടാനുള്ള ആടുകളെ പോലെ പരിഗണിക്കപ്പെട്ട ഒത്തിരി പേരുണ്ട്. തടവിൽ കിടക്കുന്നവരുണ്ട്, സ്വന്തം വീട്ടിൽ തന്നെ ഭർത്താവിൻ്റെ ഉപദ്രവങ്ങൾ സഹിക്കുന്നവരുണ്ട്, ഒരു മനുഷ്യ സ്ത്രീക്ക് കൊടുക്കുന്ന പരിഗണന കൊടുക്കാതെ മൃഗസമാനമായി കാണുന്ന ഭർത്താക്കന്മാരുണ്ട്, മക്കളെ ഉപദ്രവിക്കുന്ന മാതാപിതാക്കളുണ്ട്. പക്ഷേ ഇത് ആ കാര്യമല്ല. നമ്മളിവിടെ ആടുകളായത് ആരെ പ്രതിയാ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെപ്പോലെ എണ്ണുന്നു. അനേക ആളുകൾ യുദ്ധങ്ങളിൽ മരിച്ചിട്ടുണ്ട്, അനേകർ തടവിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. രാജാക്കന്മാർ യുദ്ധം ചെയ്തപ്പോൾ അനേകർ വളരെ ദുസ്സഹമായ മരണത്തിന് ഇരകളായിട്ടുണ്ട്. പക്ഷേ അവരിൽ ഭൂരിപക്ഷവും നിന്നെ പ്രതിയല്ല മരിച്ചത്, ക്രിസ്തുവിനെ പ്രതിയല്ല മരിച്ചത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തലനായ യാക്കോബ്
നാവിനെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകത ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈവവചന പ്രബോധകന്മാർ അവരുടെ നാവിനെ നിയന്ത്രിക്കണം, വിശ്വാസികളും നിയന്ത്രിക്കണം. യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 തൊട്ട് 2 വരെയുള്ള വാക്യങ്ങൾ: സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. നിങ്ങൾ ആരും ഉപദേഷ്ടാക്കന്മാർ ആകരുത് എന്നല്ല യാക്കോബ് പറയുന്നത്. കാരണം ദൈവസഭയിൽ ഉപദേഷ്ടാക്കന്മാർ ആവശ്യമാണ്. വിശ്വാസികളെ തിരുത്തുവാനും അവർക്ക് നേർവഴി പറഞ്ഞു കൊടുക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുൾ വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ദൈവസഭയിൽ ഉപദേഷ്ടാക്കന്മാർ ആവശ്യമാണ്. എന്നാൽ അതേസമയം യോഗ്യതയില്ലാത്തവർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. യോഗ്യതയില്ലാത്തവർ ഉപദേഷ്ടാക്കന്മാരായാൽ അവർക്ക് അധികം ശിക്ഷാവിധി വരുമെന്നാണ് യാക്കോബ് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ദൈവത്തിൻ്റെ സഭയിൽ ധാരാളം ഉപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നു. ദൈവസഭയിലെ വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്ക് ദൈവം തന്നെ സഭയിൽ ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചിട്ടുണ്ട്. ഒരു വേദഭാഗം വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 12 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ: അവൻ ചിലരെ അപ്പസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മിക വർധനയ്ക്കുമാകുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ, അതായത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ, അതിലെ വിശ്വാസികൾ, അവരുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി ക്രിസ്തു തന്നെ ദൈവസഭയിൽ ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചിട്ടുണ്ട്. അവൻ ചിലരെ അപ്പസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് എന്തിനു വേണ്ടിയാണ്? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മിക വർധനയ്ക്കും ആകുന്നു. 1-ാം നൂറ്റാണ്ടിൽ അതുകൊണ്ട് ധാരാളം ഉപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നു. ഒരു വേദഭാഗം വായിക്കാം. 1 കൊരിന്തോസ് 4:15: നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കന്മാർ ഉണ്ടായിരിക്കാം, എന്നാൽ ഈ എല്ലാ ഉപദേഷ്ടാക്കന്മാരും ദൈവത്താൽ നിയമിക്കപ്പെട്ടവരായിരുന്നില്ല. ചിലർ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഉപദേഷ്ടാക്കന്മാരാകുവാൻ സ്വയം മുന്നിട്ടിറങ്ങുകയാണ്. കാരണം ഉപദേഷ്ടാക്കന്മാരെ അന്ന് 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭകൾ മാനിച്ചിരുന്നു. ഉപദേഷ്ടാക്കന്മാർ സ്വർഗരാജ്യത്തിലേക്കുള്ള കൃത്യമായ വഴിയാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. അതുകൊണ്ട് നന്നായി വചനം പഠിപ്പിക്കുന്ന ഉപദേശിക്കുന്ന ദൈവഭൃത്യന്മാരെ ദൈവസഭയിൽ ആദരിച്ചു പോന്നു. അതുകൊണ്ട് ചിലരൊക്കെ യോഗ്യതയില്ലാത്തവരാണ് എങ്കിലും എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുമോ ആദരിക്കുമോ ഇങ്ങനെയുള്ള ആ സ്ഥാനമാന കൊതി മൂലം യോഗ്യതയില്ലെങ്കിലും ദൈവത്താൽ നിയമിക്കപ്പെട്ടവരല്ലെങ്കിലും അവർ ആ സ്ഥാനം മോഹിച്ചിരുന്നു. 1 തിമോത്തി 5:17: നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിനായി യോഗ്യരായി എണ്ണുക. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിനായി യോഗ്യരായി എണ്ണുക. മറ്റുള്ളവരുടെ ഇടയിൽ മാനം കിട്ടുമോ എന്നുള്ള ചിന്തയാൽ ചിലർ യോഗ്യതയില്ലെങ്കിലും ഉപദേഷ്ടാക്കന്മാരാകുവാൻ തുനിഞ്ഞപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ അവരോട് പറയുകയാണ്: സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. യോഗ്യതയില്ലാത്തവർ ഈ ശുശ്രൂഷയിൽ പങ്കാളികളായാൽ അവർക്ക് അധികം ശിക്ഷാവിധി വരും. ചിലർ യോഗ്യതയില്ലാതെ തന്നെ ഈ ശുശ്രൂഷ ആഗ്രഹിച്ചതിൻ്റെ പുറകിലെ മറ്റൊരു കാരണമുണ്ട്. വായിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം: വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അതിനാൽ വചനത്തിൻ്റെ ഉപദേഷ്ടാവായാൽ എനിക്ക് കൂടുതൽ നന്മകൾ, ഭൗതിക നന്മകൾ, സാമ്പത്തിക ഉയർച്ച കിട്ടുമല്ലോ എന്നുള്ള ചില ദുരാഗ്രഹത്താൽ ചിലർ
ഉപദേഷ്ടാക്കന്മാരാകുവാൻ സ്വയമായി തുനിഞ്ഞിരിക്കാം. അപ്പോൾ യാക്കോബ് പറയുകയാണ്, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരാതിരിക്കുവാൻ നിങ്ങളിൽ അധികം പേർ ഉപദേഷ്ടാക്കന്മാരാകരുത്. എന്തുകൊണ്ടാണ് യോഗ്യതയില്ലാത്ത ഉപദേഷ്ടാക്കന്മാർക്ക് അധികം ശിക്ഷാവിധി? സാധാരണ വിശ്വാസികൾക്ക് വരുന്നതിനേക്കാൾ കൂടുതലായുള്ള ശിക്ഷാവിധി, അധികം ശിക്ഷാവിധി എന്തുകൊണ്ടാണ് ഒരു ഉപദേഷ്ടാവിന്, യോഗ്യതയില്ലാത്ത ഒരു ഉപദേഷ്ടാവിന് വരുന്നത്? കാരണം ഒരു സാധാരണ വിശ്വാസി അഥവാ ദുരുപദേശം പറഞ്ഞാൽ അവന് വഴിതെറ്റിക്കുവാനായി കുറച്ചു പേരെ മാത്രമേ സാധിക്കൂ. ഒരു ഉപദേഷ്ടാവ് അവൻ അനേകരോട് പ്രസംഗിക്കുന്നവനാകയാൽ അവൻ്റെ ഉപദേശം തെറ്റാണ് എങ്കിൽ അവനൊരു വലിയ ജനസമൂഹത്തെ തെറ്റിലേക്ക് സ്വാധീനിക്കാൻ കഴിയും. സാധാരണ വിശ്വാസികൾക്ക് മറ്റുള്ളവരെ തെറ്റിലേക്ക് സ്വാധീനിക്കുവാൻ ഒരു പരിമിതിയുണ്ട്. എന്നാൽ ഒരു ഉപദേഷ്ടാവ് അവൻ യോഗ്യനല്ല എങ്കിൽ, അവൻ ദുരുപദേശമാണ് പറയുന്നതെങ്കിൽ, ജീവിത വിശുദ്ധിയില്ല എങ്കിൽ, ദ്രവ്യാഗ്രഹത്തോടെയാണ് അവൻ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എങ്കിൽ, മറ്റുള്ളവരുടെ ഇടയിൽ മാനം കിട്ടണം, സ്ഥാനം കിട്ടണം, സുവിശേഷത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ ഉയർച്ച കിട്ടണം, ഇങ്ങനെയുള്ള കൊതി കൊണ്ടാണ് ഒരുവൻ ഉപദേഷ്ടാവ് എന്നുള്ള പൊസിഷൻ സ്വയം എടുക്കുന്നതെങ്കിൽ ശിക്ഷാവിധി വരും. കേരളത്തിലും ഇന്ന് യോഗ്യതയില്ലാത്ത പല ഉപദേഷ്ടാക്കന്മാർ, പല ദൈവദാസന്മാർ, പാസ്റ്റർമാർ ഒക്കെ ഉണ്ട്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്, ഒരു പുതിയ വിശ്വാസി ദൈവസഭയിലേക്ക് പോയാൽ ചിലപ്പോൾ ചിലർ അവനെ നോക്കി പ്രവചിക്കും, നീ ജോലി രാജിവെക്കണം, നിന്നെ ദൈവവേലയ്ക്കായിട്ടാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ച ഉടനെ തന്നെ ചിലർ ജോലി രാജിവെക്കുകയും ബൈബിൾ കോളേജിൽ 3-4 വർഷം പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ പല വ്യാജ പ്രവചനങ്ങളും അദ്ദേഹം കേട്ടിരിക്കും. ദൈവം നിന്നെ ദേശത്ത് മാനിക്കും, നിനക്ക് വലിയ ഉയർച്ച കിട്ടും, അപ്പോൾ എനിക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുമല്ലോ, മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കുമല്ലോ, ഇങ്ങനെയുള്ള മോഹങ്ങൾ ഉള്ളിൽ പെരുകുകയും അങ്ങനെ യോഗ്യതയില്ലാതെ പലരും ദൈവസഭയെ പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാരായി മാറുന്നു. യോഗ്യതയില്ലാത്ത ഒരു ഉപദേഷ്ടാവ് ദൈവസഭയെ നിയന്ത്രിക്കുവാൻ ദൈവത്താൽ അപ്പോയിൻ്റ് ചെയ്യപ്പെടാത്ത ഒരു പാസ്റ്ററാണ് ഒരു ദൈവസഭയെ നിയന്ത്രിക്കുന്നതെങ്കിൽ ആ സഭയുടെ വല്ലാത്ത കഷ്ടകാലമാണ്. ആ വിശ്വാസികൾക്ക് ആത്മീക വർധന ഉണ്ടാകുകയില്ല. കാരണം സാധാരണയായിട്ട് വിശ്വാസികൾ, ഒരു സഭയിലെ മൂപ്പൻ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് വിശ്വാസികളെയും സ്വാധീനിക്കുക. ഒരു പാസ്റ്റർ അല്ലെങ്കിൽ സഭയിലെ എൽഡർ വിശുദ്ധനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും താഴ്മയുള്ളവനും കലഹപ്രിയനല്ലാതെ വളരെ ക്ഷമിക്കുന്നവനും ആണ് എങ്കിൽ, ദൈവത്തിൻ്റെ വചനം ഉള്ളതുപോലെ പഠിപ്പിക്കുന്നവനാണ് എങ്കിൽ, പാസ്റ്ററുടെ ഇതേ യോഗ്യതകളൊക്കെ വിശ്വാസികളെയും സ്വാധീനിക്കും. എന്നാൽ നേരെ മറിച്ച് ഒരു പാസ്റ്റർ ദൈവവചനത്തിലെ പത്യോപദേശം അറിയാത്തവനും ദ്രവ്യാഗ്രഹിയും സൂത്രക്കാരനും ഒക്കെയാണെങ്കിൽ അതേ സ്വഭാവം തന്നെ വിശ്വാസികളെയും സ്വാധീനിക്കും. അതുകൊണ്ടാണ് അധികം ശിക്ഷാവിധി വരാതിരിക്കേണ്ടതിന് നിങ്ങളിൽ അധികം പേർ ഉപദേഷ്ടാക്കന്മാർ ആകരുത് എന്ന് യാക്കോബ് പഠിപ്പിക്കുന്നത്. യോഗ്യതയില്ലാത്തൊരു ഉപദേഷ്ടാവ് എത്ര പ്രസംഗിച്ചാലും തൻ്റെ കീഴിലുള്ള വിശ്വാസികളിൽ ഒരാളെപ്പോലും ക്രിസ്തുവിൻ്റെ ശിഷ്യനാക്കുവാൻ അദ്ദേഹത്തിന് കഴിയുകയില്ല. ഒരു സഭയിലെ മൂപ്പൻ തന്നെ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ഒരു വ്യക്തി പോലും യേശുവിൻ്റെ ശിഷ്യനായി മാറുക അത് അസാധ്യമാണ്. അതുകൊണ്ടാണ് യോഗ്യതയില്ലാത്തവർ ഉപദേഷ്ടാക്കന്മാർ ആകരുത് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മോട് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1-ാം നൂറ്റാണ്ടിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നു. ന്യായപ്രമാണത്തിലേക്ക് പോകണമെന്ന് പറയുന്ന ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നു. പൗലോസ് പ്രസംഗിച്ച് പോയതിനു ശേഷം ദുരുപദേശകന്മാർ സഭയിൽ വന്ന് വിശ്വാസികളുടെ ഹൃദയം കലക്കിയിരുന്നു. യാക്കോബ് അപ്പോസ്തലനും അക്കാര്യം അറിയാം. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ പ്രോസ്പെരിറ്റി ഗോസ്പൽ ഉണ്ടായിരുന്നില്ല. അടുത്ത ഏതാനും ചില വർഷങ്ങൾക്ക് ഇടയിലാണ് പ്രോസ്പെരിറ്റി ഗോസ്പലൊക്കെ ഉദയം ചെയ്തത്. പക്ഷേ പ്രോസ്പെരിറ്റി ഗോസ്പൽ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും മറ്റൊരു യേശുവും മറ്റൊരു സുവിശേഷവും ഉണ്ടായിരുന്നു. അതിന് കാരണം യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കാതെ ഒരു വ്യാജ സുവിശേഷം പ്രസംഗിക്കുന്നവർ 1-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു. 21-ാം നൂറ്റാണ്ടായപ്പോഴേക്കും വ്യാജ ഉപദേഷ്ടാക്കന്മാർ, മറ്റൊരു സുവിശേഷം പറയുന്നവർ പെരുകി. അതുകൊണ്ട് വിശ്വാസികളെല്ലാം ജാഗ്രതയുള്ളവരായിരിക്കണം. ഇന്ന് വാസ്തവത്തിൽ മിക്കവാറും എല്ലാ സഭകളിലും നല്ല വിത്തും കളയും വിതയ്ക്കുന്നുണ്ട്. തികച്ചും 100% ശുദ്ധമായ ഉപദേശങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ഒരു സഭ അന്വേഷിച്ചാൽ നമുക്കിന്ന് കണ്ടുകിട്ടുകയില്ല. അങ്ങനെയാണെങ്കിൽ നാം എന്തു ചെയ്യും?
അതുകൊണ്ട് മായമില്ലാത്ത ഈ വിശുദ്ധ വചനമാണ് ഒരു വിശ്വാസി എപ്പോഴും അവൻ്റെ വിശ്വാസത്തിനെ ആധാരമാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവനെ യഥാർത്ഥത്തിൽ ഈ വചനത്തിൻ്റെ പൊരുൾ പഠിപ്പിക്കുന്ന സത്യവചന പ്രബോധകന്മാരുമായി സന്ധിക്കുവാൻ ദൈവം തന്നെ അവന് അവസരം കൊടുക്കും. നമ്മൾ തന്നെ ലോകസ്നേഹികളും ദ്രവ്യാഗ്രഹികളുമാണ് എങ്കിൽ നമുക്ക് യോജിച്ച ഉപദേഷ്ടാക്കന്മാരെ മാത്രമേ ദൈവം നമ്മുടെ അരികിലേക്ക് അയക്കുകയുള്ളൂ. ഇന്ന് എത്രയോ പേരാണ് വ്യാജമായ ഉപദേശങ്ങൾ കേട്ട് ഹല്ലേലൂയ സ്തോത്രം മുഴക്കി ആവേശഭരിതരാകുന്നത്. അതിന് കാരണം ആ വിശ്വാസികൾ തന്നെ ലോകസ്നേഹികളാണ്. അപ്പോൾ അവർക്ക് ബോധിച്ച പ്രസംഗങ്ങളാണ് അവരെ ത്രസിപ്പിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് കാര്യമില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം, ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായി ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഒരു പ്രായമുള്ള ദൈവദാസൻ പെന്തക്കോസ്ത് സഭകളുടെ ചരിത്രമെല്ലാം നന്നായി മനസ്സിലാക്കിയ ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നാം കേൾക്കുന്നത് ബ്രാൻഡ് സുവിശേഷങ്ങളാണ്. പല സഭകളും അവരുടേതായ ബ്രാൻഡ് സുവിശേഷമാണ് ജനങ്ങൾക്ക്, അവരുടെ കീഴിലുള്ള വിശ്വാസികൾക്ക് വിളമ്പിക്കൊടുക്കുന്നത്. ഉദാഹരണത്തിന് കാപ്പിപ്പൊടി അത് ഒന്നേ ഉള്ളൂ എങ്കിലും പലതരം കമ്പനികളുണ്ട്. ഓരോ കമ്പനിയുടെയും കാപ്പിപ്പൊടിക്ക് അല്പം വ്യത്യാസമുണ്ട്. സംഗതി കാപ്പിപ്പൊടിയാണെങ്കിലും ഓരോ കമ്പനിയും അവർക്ക് ബോധിച്ച രീതിയിൽ അതിൽ വ്യത്യാസം വരുത്തുകയും രുചി കൂട്ടുകയും മറ്റു പല ഘടകങ്ങളൊക്കെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ ശുദ്ധമായ കാപ്പിപ്പൊടിയല്ല. പല ബ്രാൻഡ് കാപ്പിപ്പൊടികളും കഴിച്ചാൽ പലതിനും വ്യത്യസ്തമായ രുചിയാണ്. ഇന്ന് കത്തോലിക്ക സഭയെ സുവിശേഷം പറയുന്നുണ്ട്, അവരുടേതായ ബ്രാൻഡ് സുവിശേഷം. അവരുടെ പുരോഹിതന്മാർ എങ്ങനെയാണ് സുവിശേഷം പറയുക? സ്വരൂപത്തെ വണങ്ങണം, ശിശുസ്നാനമാണ് ശരി, കൊന്ത വേണം, പെരുന്നാൾ വേണം, പാപപരിഹാര ബലി വേണം. ഇതിനൊക്കെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു സുവിശേഷമാണ് അവിടെ നമുക്ക് കേൾക്കാനായിട്ട് കഴിയുക. അവിടെ മാത്രമല്ല, പെന്തക്കോസ്ത് സഭയിലും ബ്രദറൻ സഭയിലും ഒക്കെ അവരുടെ സഭയിലെ ആ പാരമ്പര്യമനുസരിച്ചുള്ള ഉപദേശങ്ങളാണ് ഇന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു മാലിന്യവും ചേർക്കാത്ത ശുദ്ധമായ വചനം ഇന്ന് കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ സഭയിലെയും ഉപദേശങ്ങൾ, ആ സഭയിൽ പഠിപ്പിക്കേണ്ട ഉപദേശങ്ങൾ എന്താണെന്ന് ആ